HR ഇൻവെർട്ടർ ആയതുകൊണ്ട് ഇവിടെ യൂണിറ്റാണ് കാണിക്കുന്നത്. നമ്മളെ ഇതിനകത്ത് കാണിക്കില്ല. അതിൻ്റെ പ്രോഗ്രാമിൽ അതുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ കാണിക്കുന്നത്. നമ്മൾ MPPT-ലാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുള്ളൂ. ഇതിപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചറാണ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മോഡ് ഓൺ ആക്കിയിട്ടേക്കാണ്. അപ്പോൾ ഇത് KCBയിൽ വെറുതെ ബൈപ്പാസ് ആയി കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ചാർജിങ്ങും കാര്യങ്ങളൊന്നും നടക്കുകയൊന്നുമില്ല. അത് നമുക്ക് നോക്കിയാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡിസ്പ്ലേയിൽ നോക്കിയേ, ഇവിടെ 0000 അത് 4 0 ആണ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. നേരെ നോക്കിൽ വീഡിയോ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന അറിയില്ല. നിങ്ങൾക്ക് നോക്കിയാൽ ഇതിനകത്തൊരു നെഗറ്റീവ് എന്ന് കാണിച്ച് നേരത്തെ, അതായത് ഈ ബാറ്ററിയിൽ നിന്ന് എടുക്കണതിനാണ് അവിടെ ഒരു നെഗറ്റീവ് എത്ര ആംപിയർ, 20 ആംപിയർ അല്ലെങ്കിൽ 10 ആംപിയർ അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടത്. ഇതിലിപ്പോൾ ഇനി ഇതിൻ്റെ വന്ന വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് സോളാർ മോഡിൽ നിന്ന് ഞാൻ മാറ്റിയിട്ട് നേരെ ഓഫിലേക്ക് ഇടുകയാണ്. ഓപ്പോസിഷനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ട ചാർജിങ് ഓൺ, മെയിൻസ് ചാർജർ ഓൺ എന്ന് പറഞ്ഞ ഇവിടെ എത്തിയാണ്. ചാർജിങ് മോഡ് സ്മാർട്ട് മോഡിലാണ് ഇപ്പോൾ ചാർജിങ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡിസ്പ്ലേയിൽ 13.6 ഉണ്ടോ, 13.6 13.8 ആ ഒരു ചാർജിങ് ആംപിയറിൽ ചാർജ് ഇപ്പോൾ ഈ ഒരു ബാറ്ററിയിലേക്ക് കയറാറുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാറ്ററിയുടെ ഈ ഒരു വോൾട്ടേജ് കൂടി 14 വോൾട്ട് എത്തുമ്പോൾ ആ ബാറ്ററി ഫുള്ളായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിയൊക്കെ ആണെങ്കിൽ അത് അതിന് മുകളിലേക്ക് കയറി പോകും. 14.4 ആ ഒരു വോൾട്ടേജിലൊക്കെ വന്ന് നിൽക്കും, 14.5 പക്ഷേ ഇതിനകത്തുനിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 വോൾട്ട് വരെയാണ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു 14 വോൾട്ട് എത്തുമ്പോൾ ഈ ഒരു ചാർജിങ് ഇൻവെർട്ടറിൻ്റെ ചാർജിങ് ഓഫ് ആവും. പക്ഷെ നമ്മളൊരു സാധാരണ ഇൻവെർട്ടറിലാണ് അങ്ങനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജിങ് ഒന്നും ഓഫ് ആവില്ല. അങ്ങനെ ഓഫ് ആവാണ്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ബാറ്ററി ഡാമേജ് ആവാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാ ഇൻവെർട്ടറിലും നമ്മൾ ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വീഡിയോൻ്റെ ആദ്യം തന്നെ പറഞ്ഞത്.